ഇപ്പൊ എന്തിനാ വർക്ക് ചെയ്യും മതിൽ കെട്ടി പോകുന്നേ? ഇല്ലെങ്കിൽ കണ്ട പാട്ടിയും പൂച്ചയൊക്കെ എന്റെ പറമ്പിൽ കയറി ഇറങ്ങി നേരം കൂടെ ഇന്നങ്ങ് വെട്ടി തീർക്കണേ. നാളെ തന്നെ മതിൽ കെട്ടേണ്ടതാ. ഒന്ന് നിർത്തണോ? എന്തോടെ കാണിക്കണേ? ഞാൻ വർക്കിച്ചാലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ കുഴിക്കാൻ നീ പോടാവില്ലേ? എന്റെ പറമ്പിൽ ഞാൻ മതിൽ കെട്ടെ ശവക്കുഴി കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ വർക്കിച്ചാൽ ഞാൻ ഇന്നലെ പ്രസംഗിച്ചതിന്റെ ഇടയിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റാ? അതെന്നാ കണാപ്പാടാ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിച്ചാനെ ഞാൻ ദൈവദൂതനെ പോലെ പൊക്കിയടിക്കാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലടാ. അയ്യോ, അതിന്റെ ഇടയിൽ അവിടുത്തെ ട്രാൻസ്ഫോർ പെട്ടിത്തെറിച്ച് കറണ്ട് പോയത്. കറണ്ട് അല്ലടാ പോയത്, എന്റെ മാനമാടാ പോയത്. ഇനിയിപ്പൊ നീ അവന്മാരോട് എന്നിട്ട് മറ്റേ ക്നാപ്പ് എന്നടാ ട്വിസ്റ്റ് ആ അതാണെന്ന് പറഞ്ഞ അവന്മാര് വിശ്വസിക്കോ? എന്റെ വർക്കിച്ചായ ഞാൻ എങ്ങനെ പറഞ്ഞു? സൂസൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആ വർക്കിച്ചായന്റെ കെട്ടിയോളും എന്റെ കെട്ടിയോളും തമ്മിൽ ചാർച്ചക്കാരാന്നറിയാലോ? അറിയാ. അതോർത്തിട്ടെങ്കിലും ഞാൻ ഇവളെ പറ്റി തന്നെ ഓർക്കാറില്ല. പിന്നെ ചാർച്ചക്കാരി പോടാവൂല്ലേ? നിങ്ങൾ എന്നെ പറയുന്നേ? മിണ്ടല്ലേ? ആദ്യം ഇവനിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് നിനക്കുള്ളത് തരാം. വർക്കിച്ചായ എന്നാ മോനെ ഓടാവൂല്ലേ? എന്റെ പൊന്ന് വർക്കിച്ചായ, ഇതിങ്ങനെയാണ് കെട്ടിപ്പൊക്കി കഴിച്ച് ഞങ്ങൾ എങ്ങനെ ഇതിനോട് വഴി അടക്കണത്? അത് ഞാൻ നിനക്ക് ആധാരത്തിന് വഴി വന്നിട്ടില്ലയോ? അത് കാണുന്നാ മതി. വർക്കിച്ചായ, ആ തോട് വഴി പോയി കഴിഞ്ഞാൽ ഫുൾ പാമ്പുകളാ. ഓ, നിന്നെക്കാളും വിഷമുള്ള പാമ്പൊന്നും അതിലില്ലടാ. എന്തൊരു കഷ്ടമാണത്. ഞാൻ അങ്ങോട്ട് എന്റെ പറമ്പിൽ കലൂത്തി കൊന്നുകളെ ഞാൻ. ക്ഷമിക്കാതിരുന്നിട്ട് തോന്നിയാസം കാണിക്കരുത്. എന്ത് തോന്നിയാസം? എന്റെ ജീവനെ വിളിച്ചോണ്ട് കയറി പോകും. അതെന്നാ വർത്താന ചേച്ചി? ചേച്ചി പറഞ്ഞല്ലേ ഈ വീട് മേടിച്ച് വഴി ഉപയോഗിക്കാന്ന്. ആ അന്നവൻ ഈ ജാതി വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. ഊളേണ് ചെറ്റേണ് തവളേണെന്നൊന്നും പറഞ്ഞിട്ടില്ലോടി. അതൊരു പുതുമയ്ക്ക് വേണ്ടി. പുതുമയ്ക്ക് വേണ്ടി നിന്റെ അപ്പനെ പോയി വിളിയടി. എന്റെ കെട്ടോട്ട് അപ്പനെ വിളിച്ചാണ്ടല്ലോ. വിളിച്ചാ നീ എന്നാ ചെയ്യൂടാ? ഞാൻ നിങ്ങളുടെ കെട്ടോട്ട് അപ്പനെ വിളിക്കും. ചോട കൊണ്ടേക്ക് വിളിക്കടാ. ചേച്ചിയുടെ അപ്പന്റെ പേരെന്താ? അന്തസ്സായിട്ട് അപ്പനെ വിളിക്കാൻ പോലും അറിഞ്ഞൂടല്ലടാ ഊളേ നിനക്ക്. അതെനിക്ക് മര്യാദ ഉള്ളോണ്ടാ. ഓ മര്യാദ? അപ്പൊ എനിക്കല്ലടാ മര്യാദ ഇല്ലയോ? തനിക്ക് മര്യാദ ഇല്ല, ഒരു മുടിയില്ല. ഇവനെന്ന് കൊല്ലും ഞാൻ. കുത്തി കളിക്കണ്ട കമ്പി പറയും. അയാൾക്ക് ഭ്രാന്താടി. അർക്കിച്ചനോടാണ് അവന്റെ കളി. ഞാൻ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് രണ്ടിലൊന്നറിയാം. വർക്കിച്ചിന്റെ മുകളിൽ തലതൊട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ്. ആ വഴിക്ക് ഞാൻ നടക്കുന്നു വിചാരിക്കണ്ട. അത് ശരിയാണല്ലോ. പിന്നെ ഞാനിത് എന്ത് തേങ്ങയൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ വേറൊരു പണിയുണ്ട്. അങ്ങേര് തലതോടോ കാലോടോ എന്ത് വേണം ചെയ്യട്ടെ, എന്റെ വായിൽ നാവുണ്ടല്ലോ, എനിക്കറിയാം. സൂക്ഷിച്ചു പോണേ. കരയിൽ നിന്ന് കെട്ടിയോള് സൂക്ഷിച്ചു പോണേ. ഞാൻ എന്താ കടലിലേക്ക് പോവാണോ? അല്ല, ഞാൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടിരുന്നു. അയ്യോ, നോക്കി വെറുതെ പേടിപ്പിക്കാനായിട്ട്. പത്തലിന് വരെ കൂടെ വരാൻ പേടിയാ. ചെരുപ്പ് കയ്യിലിടാം. അപ്പൊ വൈകുന്നേരം വന്നാ കാണാം. നോക്കിപ്പോ. പാമ്പുകൾക്ക് മാളമുണ്ട്. മാളത്തിൽ പൊക്കോളൂ. എനിക്ക് ഒരു വഴിയില്ലാത്തോണ്ട് ഈ വഴി പോകുന്നത് ഒന്ന് സൈഡ് തരണേ. വൈകുന്നേരം എടുക്കാം. ചന്ദ്രോ, 3-4 ദിവസമായാലും നീ എന്നാ പണിയാൻ തുടങ്ങിയിട്ട്? സംഭവം കിടക്കൂലേ? 10 രൂപ പഴക്കൊണ്ട് പുതിയതാക്കാൻ കുറച്ച് പാടാ. പുതിയതാക്കാനോ? ദിനേശ, എന്തോ? എന്റെ ദിനേശ, താൻ ഇവനോടൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? പുതിയതാക്കല്ല, പഴയതാക്കാണ് വേണ്ടത്. ഒരു 100-150 കൊല്ലമെങ്കിലും പഴക്കം വേണം. ഞാനിതൊക്കെ അവന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടാണോ? എന്റെ ചന്ദ്ര, 20 കൊല്ലം പഴക്കമുള്ള ഈ സാധനത്തിന് ഒരു 150 കൊല്ലം പഴക്കമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 130 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. കണക്കിലും മിടുക്കനാണല്ലേ? ചിലപ്പോ. മിടുക്കനൊന്നും ഇങ്ങോട്ട് വന്ന്. മിടുക്ക, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. വാ, ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. ആ, ഇതാണ് ആസിഡ്. ആസിഡോ? അതെ. ആ ദാ, ഇനി ഇത് കണ്ടോ? കരിമരുന്ന്. കരിമരുന്ന്? ശ്രദ്ധിച്ചോളൂ. പുതിയൊരു ഫർണിച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതേ ഒരു കരിമരുന്ന് പ്രയോഗം. എടോ, ഒരു കരിവാളിപ്പ് ഒന്ന് താളിക്കുക. പിന്നെ ഈ ബ്രാസിന്റെ സാധനങ്ങളെടുത്ത് ആസിഡിലേക്ക് ഇട്ട് ഒന്ന് ചളിക്കേക്ക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞൊന്ന് ഫിനിഷ് ചെയ്താണ്ടല്ലോ, പഴയ ഫർണിച്ചർ ആയത് അങ്ങോട്ട് മാറും. അതാണ് പുരാവസ്ഥ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ? ദേ, പറ്റില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീ ഒരു 130 കൊല്ലം കഴിഞ്ഞിട്ട് വാ. പറ്റോ? പറ്റിക്കാം. അതെന്റെ പണിയാ, നീ നിന്റെ പണിയായി.
അതിന് കുപ്പിച്ചില് കൊണ്ടുവന്നില്ലേ? 2 ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അതിൽ നിന്ന് നല്ല കളർഫുൾ ചില്ലെടുത്ത് പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത് ആ ഫർണിച്ചറിലാണ് ചാർത്തുക. അതിനൊരു കല ഉണ്ടാവണം, എന്നാലേ പ്രൗഢ ഗംഭീരാവുള്ളൂ. എടാ, എടാ, നീ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും പുറത്തേന്ന് പറഞ്ഞു കൊടുക്കരുത്. ഇതാണ് ഏർപ്പാടെങ്കിൽ ആരും പറയണ്ടെന്ന് നാട്ടുകാർ അറിയുള്ളൂ. അത്രത്തിന് ലീവിലൊക്കെ വരുമല്ലോ. സഖാവ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാ. ഇത് അതിനേക്കാൾ അത്യാവശ്യമാണ്. സഖാവിനെ ഇപ്പൊ ഞാൻ കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഇന്ന് രാത്രി ഞാൻ മരിക്കും. തനിക്കെന്താ വധഭീഷണി വല്ലതും ഉണ്ടോ? ഇത് അങ്ങനത്തെ ഒരു വധഭീഷണി അല്ല. പിന്നെ സഖാവ് ഒന്നും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ പാമ്പുകടി ഏറ്റ് മരിക്കും. നമ്മുടെ തബല വർക്കിച്ചനായിട്ട് ഒരു പ്രശ്നമുണ്ട്. അങ്ങേരുടെ മുറ്റത്ത് കൂടിയാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങണത്. എനിക്കറിയാം, ആ തോട്ടുംകരയിലല്ലേ? അതന്നെ അതന്നെ. ആ തോടാണ് ഞങ്ങളുടെ വഴി. അതിൽ നിറയെ പാമ്പുകളാണ്. ഈ വഴി പ്രശ്നമൊക്കെ എന്നോട് പറയുന്നതിനാടോ? ഞങ്ങളല്ലോ ഭരിക്കുന്നത്. ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറ. സഖാവിനുള്ള വില പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിലില്ല. അയാളൊരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കുവോ? എവിടെ ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവൻ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നാവിടത്തേ ഉള്ളൂ. ഞാൻ കേട്ടു. ഞാൻ കഞ്ചു. ഞാൻ തന്റെ പാർട്ടി ഓഫീസിൽ വലിച്ചു കയറി വന്നതേ ഈ നാട് ദേശസ്വത്തിൽ പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാ. അല്ലാതെ താൻ തന്നെ അണികളെ വെച്ച് എന്നെ കുറിച്ച് മറ്റേ വർത്താനം പറയിപ്പിക്കുന്ന കേൾക്കാനല്ല. മനസ്സിലായോ? എടോ, അയാളെ ഞങ്ങളുടെ മെമ്പറൊന്നുമല്ല, വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാ. പിന്നെ എടോ, നമ്മുടെ നാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോവല്ലേ. പാർട്ടി വ്യത്യാസമൊന്നും നോക്കൂല, എല്ലാത്തിനും ഒപ്പം ഞങ്ങളുണ്ടാവും. സഹാക്കന്മാരുടെ ഔദാര്യത്തിന് നന്ദി. നമ്മളിത് ഗംഭീരമാക്കും. തീർച്ചയായും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ താൻ 50-ാം വർഷം കയറ്റിയുണ്ടല്ലോ, കാഞ്ഞ ബുദ്ധി തന്നെ. അതുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ജയിച്ചതും താൻ തോറ്റതും. പറ്റേ, ഞാൻ ധൃതിയുണ്ട്, അതുകൊണ്ടാ. ഇനി അവന്മാരുടെ ചാട എന്തായിരിക്കോ? സഹാവേ, അതെ, ചുമ്മാ നിൽക്കുന്ന ചാരി ഇരിക്കുന്ന കൊടിയൊക്കെ എവിടെയെങ്കിലും കൂടെ കേട്ടേ. വളരട്ടെ പാർട്ടി. പുള്ളിക്കാരകത്തിട്ട് അറിഞ്ഞിട്ടല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ സഖാവേ? താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല. പോട്ടെ, താനും തബല വർക്കിച്ചിനോട്ട് എന്താ പ്രശ്നം? എന്നെ അയാളുടെ വീടിന്റെ മുമ്പിൽ കൂടി വഴി നടത്താൻ സമ്മതിക്കണം. സഖാവ് പറഞ്ഞ അയാൾ കേൾക്കും. സഖാവിനെ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. എന്തിനാണോ എന്നെ പേടിക്കുന്നത്? നമ്മൾ പാർട്ടിക്കാരെന്ന് പറഞ്ഞ ഇത്തിരി വെട്ടും കുത്തൊക്കെയുള്ള ആൾക്കാരാണല്ലോ. ഇത് എനിക്ക് വെട്ടും കുത്തൊന്നും അത്ര പരിചയമില്ല, പക്ഷെ ഇതുപോലെ വേണ്ടാതീനം പറഞ്ഞു വരുത്തുന്നവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെ ഒരു നാവഴക്കലുണ്ടോ? ഞാൻ വേണമെന്ന് വെച്ച് പറയണല്ലെന്നേ. അതെങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. എത്ര നന്നായിട്ട് സംസാരിച്ചു തുടങ്ങിയാലും എൻ്റെ നാവ് പിഴയ്ക്കും. അത് സംസാരത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ മൊത്തമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ കല്യാണം ഒരു പിഴവല്ലേ? നമ്മൾ പ്രേമിക്കാണ്ടിരിക്കുകയോ ഒളിച്ചോടാണ്ടിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ. അതാണ് പറയണത്, തലയിലെടുത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പറ്റും. തന്റെ ജീവിതത്തിൽ ഒരു പിഴവാണല്ലേ? കഴിക്കും. സൂസൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തൊരു കഷ്ടമാണത്. എന്റെ നാവിൽ ഈ മുളകെടുത്ത് തേച്ചിട്ടുണ്ടല്ലോ. വായന്റെ ഇപ്പൊ എരിഞ്ഞ് പണ്ടാറടിക്കാനെ. വളരെ നല്ല തബലിസ്റ്റാണെന്നാണ് കേൾപ്പ്. പക്ഷേ അദ്ദേഹം തബലയിൽ കൊത്തിയാൽ തവളയുടെ ശബ്ദമാണ് വരുന്നത്. അതുപോലെ വെള്ളമടിച്ചാലോ അയാൾ ഇതാരെ വാലടച്ചത്? താൻ പോടോ. സൂസു അങ്ങനെ പറയല്ലേ. നിന്റെ സത്യയുടെ പുതിയ ആളായിരിക്കണം. ഞാൻ ഇയർഫോൺ വെക്കാൻ പോവാ. താൻ അവിടെ നിന്ന് കൂവി വിളിക്കും. സൂസു, അത് വെക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കേക്ക്. സൂസു, എന്താ സൂസു ഇത്? എന്ത് തോന്നിയാസം കാണിക്കണത്? തോന്നിയോസോ? ആ ഇഷ്ടിക അങ്ങനെ ഇപ്പൊ എന്റെ തലയെ കൊണ്ടിരുന്നെങ്കിലോ? നിന്റെ ശവം ഈ മുറ്റത്ത് വീണേനെ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വീഴ്ത്തുവടാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? അതെടാ ഭ്രാന്താടാ. നീ അല്ലടാ എനിക്ക് ഭ്രാന്താക്കിയത്. ഒരു കലാകാരനായ എന്നെ ഇന്നലെ വരെ ഈ നാട്ടുകാർ തബല വർക്കിച്ചെന്നല്ലടാ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവരെന്താ വിളിക്കുന്നതെന്ന് അറിയോ? തവള വർക്കിച്ചാന്ന്. നീ അല്ലടാ അതിന് കാരണം.
ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ മുറ്റത്താ, വെളിവില്ലാത്ത അങ്ങേർക്കാ. അങ്ങേരെ പിടിച്ച് അകത്തേറ്റിക്കോ. കേറ്റി തരടാ ഞാൻ. സൂസ എല്ലാം കയ്യിന്ന് പോയി. അത് കേൾക്കും. സത്യം പറ എന്തുണ്ടായേ? എന്റെ സൂസ അയാളെ കള്ളുപിടിച്ച് ജംബോ സർക്കസ് കളിച്ചതാ. ഇതെന്റെ പടലേക്ക് വരുന്നുള്ള ഉറപ്പാ. നമുക്ക് പെട്ടെന്ന് ഒരു ഹണിമൂൺ പോയാലോ? ഹണിമൂണോ? പേടിച്ച് ഒളിവിൽ പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഹണിമൂണിന് പോയി എന്ന് പറയുന്നത്? നമ്മൾ നാട് വിടുന്നു, പേടിക്കുന്നില്ല. അയ്യോ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹണിമൂൺ ഫിക്സ്. ഓക്കെ. ഇതെങ്ങോട്ടേ പോന്നെ? ഒരു ഡ്രൈവർ വെക്കാൻ പറഞ്ഞ കേൾക്കും. അതങ്ങനെ ഒരുത്തരം വിശ്വാസമല്ലേ? വിശ്വാസം ഇല്ലാത്തത് അവന്മാരല്ലടി. ഓ പിടിക്കണ്ടടി. വർക്കിച്ചായോ? ദൈവാനുഗ്രഹം. കാര്യമായിട്ടൊന്നും പറ്റില്ലല്ല. വർക്കിച്ചായ എന്റെ പറമ്പിലൊക്കെ കാലുകുത്തിയാ അടിച്ച് നിന്റെ മോന്തടെ ഷേപ്പ് ചെയ്യാൻ പറ്റുമ്പോലെ. ഷേപ്പ് ഇങ്ങനെ ഇരിക്കണത് ഈ സൈഡിൽ അടിച്ചു, അപ്പൊ കറക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടും. എവിടുന്ന് വന്ന മനുഷ്യനാണത്? എന്നാ കാണാൻ നിൽക്കുവാടി? വന്ന് കഞ്ഞിയും കടലയും കൂടെ ജ്യൂസ് അടിക്കടി. നിന്നെ ഇനി പുറത്തിറക്കൂലടാ ഞാൻ. ഇനിയിപ്പൊ തോടെ ഉള്ളു മാർഗം. പാമ്പിനെ ഓടിക്കാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇത് ഏക്കൂലോ അല്ലേ? പിന്നെ കലക്കി അങ്ങോട്ട് ഒഴിച്ചാൽ മതി, ഏത് പാമ്പും പോകും. അപ്പോഴും പോയില്ലെങ്കിൽ ഒന്നുകൂടെ ഓടിക്കണം. ആ, എന്നിട്ടും പോയില്ലെങ്കിൽ ചേട്ടൻ ഉടമരൊന്നും വരണം കേട്ടോ. ഞാനെന്തിനാണോ വന്നത്? അല്ല, ഈ നീണ്ട താടിയും മുടിയൊക്കെ കഴിച്ചിട്ട് ചേട്ടന്റെ കോലം കാണുമ്പോ പാപ്പ എങ്ങനെയെങ്കിലും ഓടിപ്പൊക്കോളും. തനിക്കിത് വേണം? വേണം. എന്നാ കാശ് ഇങ്ങോട്ട് ഇട്. രാമുവേ, ഞങ്ങള് പിച്ച ചോദിച്ചു വന്നതല്ല, പിരിവ് ചോദിച്ചു വന്നാ. ഇവരങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവിടെ മറ്റേ സംഭവം നടക്കാൻ പോകല്ലേ? അമ്പതാമസിയല്ലേ? അതിന്റെ മറ്റേ സ്പെഷ്യൽ പരിപാടി. മോനെ പോരാടാ. തെക്ക് മാറി നിൽക്കാം. ഇത് തോന്നുന്നു മറ്റേ കാര്യം ഒന്നും മിണ്ടരുത്. ഒന്നും ഒഫീഷ്യലല്ല, പേഴ്സണല്ല. നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അത് ഒഫീഷ്യലാക്കി മാറ്റും. ഓ, താൻ പ്രസിഡന്റ് ആയ പോലെ. ആരാടാ ഇതിന്റെ പിന്നിലെ? കണ്ടു തോന്നണു. ചോദിച്ചല്ലേ? സത്യം പറഞ്ഞോ? ആരാ ഇതിന്റെ പിന്നിലെ? ഞാനാ, സത്യനാ. അപ്പൊ ഇതിന്റെ പിന്നിൽ നീയാണല്ലേ? അയ്യോ, ഇതിന്റെ പിന്നിലല്ല, ഞാൻ ഇതിന്റെ പിന്നിലാ. അപ്പൊ ചെറിയ പൂ വെച്ച പോരാഞ്ഞ് പിന്നിലല്ലടാ വാലാണോ വെക്കുന്നത്? പൂവാല പിടിക്കണോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. തന്റെ പട്ടിണി ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞ് മാറ്റുന്നുണ്ട്. തൽക്കാലം ഈ വയറ് നൊട്ടിക്ക്. പോയി വയറ് കൊടുക്കണ. അവന് കിട്ടിയില്ലേ? ഓ ഇല്ല, വഴിയിലൊരു ബ്ലോക്ക് കിട്ടി. കുറച്ചുകൂടെ പൊക്കി വെച്ചത് സത്യ. സാബു? ആ അയ്യോ, എടാ നീ ആകെ മാറിപ്പോയല്ലോ. എന്തുകൊണ്ടാ മുടി കൊഴിഞ്ഞുപോയല്ലോ? എന്റെ ആ ഈ ബിൽഡിങ്ങേ എന്റെ അപ്പച്ചൻ വാങ്ങിച്ചു. ചെറിയൊരു രീതിയിലൊരു ബാർ തുടങ്ങി. രണ്ടെണ്ണം അല്ല, ഞാനിപ്പോ അങ്ങനെ സത്യ പഴയടിയൊക്കെ നീ മറന്നോടാ. ഇപ്പൊ നിർത്തി കംപ്ലീറ്റ്. എന്ത് പ്രശ്നം എന്താ? ഭാര്യപ്പടിയാണോ? പിന്നെ എന്തോന്നില്ല. അപ്പൊ ഒന്നും നോക്കല്ല, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാണ്. ഇന്ന് അടിക്കുന്നു, വേറൊരു പരിപാടിയില്ല. സത്യം തമാശ കളിക്കില്ല നീ. ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ അടച്ചേട്ടാൻ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു. ഈടാ എന്താണ് നിനക്ക് പറ്റിയത്? ഈ തവള വർക്കിച്ചിനെയും ലോക്കൽ പൊളിറ്റീഷ്യനെയും കണ്ട് പേടിച്ചോറിന്റെ ആളാണോ നീ? എടാ പഠിക്കുന്ന കാലത്ത് ആരായിരുന്നു നീ? ആരായിരുന്നു? സത്യനാഥൻ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര സമരങ്ങളാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. നമ്മുടെ സമരത്തിന്റെ പവർ നിനക്ക് ഓർമ്മയുണ്ടോ? എത്ര ബസ്സുകളാണ് നമ്മൾ കത്തിച്ചിട്ടുള്ളത്? എത്ര പോലീസുകാരെ വന്നിട്ട് നെഞ്ചു വിരിച്ചിട്ടില്ല നീ? ആ പവർ എവിടെ? ആ നീ എവിടെ? അവരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് കൊടി കെട്ടി ഉയർത്തിയിട്ടില്ല നീ.
എങ്ങനെയാ? അപ്പോ ആ നമുക്ക് കാണാളിയാ. വീട്ടിലെ ഞാൻ ഒരാളെ അത്രേ ഉള്ളൂ, ഒരുത്തിനെ വിടില്ല. അത്രേ ഉള്ളൂ. പുതിയ പാലം വന്നിട്ട് ആരടാ ഇത് കെട്ടിയത്? ഞങ്ങളാ ദേ ആര്? ആ, അപ്പൊ ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാ ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് പോകും? അറിഞ്ഞൂടാ, ഇത് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് കിട്ടിയാ. ഏ? പഞ്ചായത്ത് പറഞ്ഞിട്ട് കിട്ടിയത്. ഓ, പ്രസിഡന്റിന്റെ പരിപാടിയായിരിക്കും. അതെ. തവളയുണ്ട് അതില്? ആ ഉണ്ടാവും. ഉണ്ടാവും, ഉണ്ടാവണമല്ലോ. ഈ കെട്ട് കണ്ടാൽ അറിയാം തവളടാ. ഞാൻ പോയിട്ട് പോരും, ഇവിടെ ഉണ്ടാവും. കാണിച്ചു തരാടാ. പ്രസിഡന്റ് അവന്റെ ശ്ശേ, ഇതിനൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇതാണ് ഈ റോയ്സ്. എടാ വർക്കി, അപ്പന്റെ പ്രേതമല്ല. ആരാണ് അവിടെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്? നിന്റെ അപ്പൻ പോടാവൂല്ലേ? ആ, താനാണോ വർക്കിച്ചായ? എടോ, താനും തന്റെ മറ്റേ പ്രസിഡന്റും കൂടി ഞാൻ നടന്നു പോകുന്ന തോടിന്റെ വഴിയടച്ച് കെട്ടിയില്ലടാ. വെള്ളടിച്ച് പാമ്പായിട്ട് വന്നേക്കല്ലടാ. അതാടാ, ഞാൻ പാമ്പാടാ, തവളയാ. തന്നെ വീഴും. നിന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവൂല. ഞാൻ പോയി 2 എണ്ണം അടിച്ചിട്ട് വരാം. ഞാൻ ഇവിടെ വെയിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യടാ. ഇവിടെ വെയിറ്റ് ഇവിടെ തന്നെ വെള്ളം ഗ്ലാസ് കൊടുക്കണേ. എന്റെ പേര് സത്യനാഥ, എന്തുവാണ് ഇത്? അങ്ങനെ ബോധമില്ല, കൂട്ടത്തിൽ നീ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? എന്റെ ചേച്ചി, ഞാൻ ഇന്നവരെ മദ്യവെച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇയാൾ എന്നെ കുടിപ്പിച്ചു. ഇനി ഞാൻ സ്ഥിര കുടിക്കും. ഇവിടെ മതിയെ തെറി പറയും. മോളെ, താനിങ് വന്നേ, താനിങ് വാ. ഓക്കെ എന്നോക്കെ നിങ്ങള് മനസ്സിലാക്കിക്കോ. അവള് വിളിച്ചോണ്ട് ഞാനിപ്പോ പോടും കേട്ടാ. എന്റെ പേര് സത്യനാഥ, എന്തുവാണ് ഇത്? അങ്ങനെ ബോധമില്ല, കൂട്ടത്തിൽ നീ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? എന്റെ ചേച്ചി, ഞാൻ ഇന്നവരെ മദ്യവെച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇയാൾ എന്നെ കുടിപ്പിച്ചു. ഇനി ഞാൻ സ്ഥിര കുടിക്കും. ഇവിടെ മതിയെ തെറി പറയും. മോളെ, താനിങ് വന്നേ, താനിങ് വാ. ഓക്കെ എന്നോക്കെ നിങ്ങള് മനസ്സിലാക്കിക്കോ. അവള് വിളിച്ചോണ്ട് ഞാനിപ്പോ പോടും കേട്ടാ. അടിക്കാതെ വേണോ? എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. മോളെ, ഞാൻ ഒരാളെ തട്ടി. സൂസു, ഞാൻ ആ വേലയും പൊളിച്ചിട്ട് വരും. തടയാൻ വന്ന പ്രസിഡന്റിനെ തട്ടും. വിളിക്കണല്ലാം വിളിക്കാൻ. അല്ല, ഇത് ഈ പ്രസിഡന്റ് പ്രസിഡന്റ് നിർത്തണ. ഒരു പ്രസിഡന്റ് ഇതെന്റെ വഴിയാ. ഈ വഴിക്കെങ്ങാനും പ്രസിഡന്റ് വന്ന അയാള് തലമണ്ട് അടിച്ചാ പൊളിക്കും. പേട്ട തലേന്റെ വാ പൊളിച്ചത് കാരണം വേലി പൊളിക്കണ. നിനക്കൊക്കെ എന്താ മനസ്സിലാവാത്ത? എടാ, വേലി പൊളിക്ക. ഞാൻ കാണിച്ചു. ഇയാൾ എന്താ ഈ കാണിക്കുന്നേ? പൊളിക്കും ഞാനിന്നല്ല. ആരടാ 2 ടോർച്ചായിട്ട് വരുന്നത്? സത്യനാഥൻ, ആരോട് രാവിലെ സത്യനാഥൻ അന്വേഷിച്ചേ? സത്യനാഥൻ ഞാനാന്ന് തോന്നുന്നു സാറേ. എന്തേ? ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ SI സാർ പറഞ്ഞു. ഇന്നലെ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ല, നിന്റെ വർക്ക്ഷീന്റെ പ്രസിഡന്റിനെ തലയെടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു. എത്ര മണിക്കാ? ഉടനെ വരണം. ഈ പ്രസിഡന്റിനോട് ഇത്ര വൈരാഗ്യം വരാനുള്ള കാര്യം എന്താ? സത്യം പറയണോ സാറേ? അതല്ലേ നല്ലത്. ഓക്കെ, ഈ പ്രസിഡന്റ് വെറും കള്ളനാണ് സാറേ. ഈ നാട് കട്ടുമുടിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ഈ പ്രസിഡന്റിനെതിരെ ഒരു ഹൈ ലെവൽ അന്വേഷണത്തിന് വല്ല സ്കോപ്പ് ഉണ്ടോ സാറേ? He's saying the president is a thief. The president is looting the entire country. And there should be an inquiry set up against the president. And
നികൃഷ്ടജീവി. The president is a dirty animal. അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു പറഞ്ഞു ഇന്നലെ രാത്രി. പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു പോവും സാറേ. ഇയാൾ എന്താണ് ഈ നാട്ടിൽ കാണിക്കണത്? ഇങ്ങനെയാണോ ഒരു പ്രസിഡന്റ്? എന്നെ പോലെ രാജ്യസ്നേഹവും പൗരബോധമുള്ള ഒരാൾ അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് തെറ്റാണോ സാറേ? പറ സാറേ, നമ്മൾ പ്രതികരിക്കണ്ടേ സാറേ? പ്രസിഡന്റ് ആണത്രേ, പ്രസിഡന്റ്. അധികാരികളെ ഭയപ്പെടുന്ന ഒരു യുവതലമുറ അല്ല സാറിത്. അയ്യോ! ആരാ ഇത്? എന്താ തലയില്? അയ്യോ! എങ്ങടാ? ആരാ ഇത്? അയ്യോ! എങ്ങടാ ഇത്? ഹലോ ഗായ്സ്, കേരളത്തിലേക്ക് ഒരാൾ വരികയാണ്. ദ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്തിനാണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹം വരുന്നത് ഒരു വൈദ്യരെ കാണാനാണ്. പേര് പറയാതെ വൈദ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒറ്റ മുഖമാണ് ഗായ്സ്. സോ എന്തിനായിരിക്കും ഗായ്സ് പ്രസിഡന്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന്റെ പത്നിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിരിക്കുകയാണ്. അതിന് വൈദ്യരെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൊച്ചു കേരളത്തിലേക്ക് വരുന്നത്. പ്രസിഡന്റ് വരുന്നത് വൈദ്യരെ കാണാനാണല്ലേ? അതെ, പക്ഷെ അത് അന്വേഷിച്ചില്ല. അപ്പൊ 50-ാം വർഷത്തിന് വരുന്നില്ല. ഈ പ്രസിഡന്റിന്റെ വരവും 50-ാം വാർഷികവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രസിഡന്റ് എന്ന് വരുന്നു അന്നായിരിക്കും 50-ാം വാർഷികം. മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടെ സ്റ്റീഫൻ വ്ലോഗ്സിന് നിങ്ങളോട് പറയാനുണ്ട്. കാരണം പ്രസിഡന്റ് ഈ കൊച്ചു നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാൾ അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സെക്യൂരിറ്റി ഫെൻസിംഗ് ചവിട്ടിപ്പൊളിച്ച ഒരാളാണ് അദ്ദേഹം. ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? ബോംബുണ്ടാക്കാൻ അറിയാം അല്ലേ? ബോംബാ? ഇല്ല സാറേ. ചന്ദ്രനും ദിനേശനും ഇവന്മാര് പെട്ട ചാക്കില് കുപ്പിച്ചില്ല. ഇതെല്ലാം താങ്കളുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ബോംബുണ്ടാക്കുന്ന സാധനങ്ങൾ. സാറേ, ഇത് ബോംബുണ്ടാക്കാൻ വാങ്ങിച്ചതല്ല. ഈ കരിമരുന്നും ആസിഡും ഈ കുപ്പിച്ചിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഈ ഫർണിച്ചറിന്റെ ഷോപ്പാണേ, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ വാങ്ങിച്ചത്. ഫർണിച്ചർ ബിസിനസ്സിന് ഇതെന്തിനാ? അത് ഈ ഫർണിച്ചറിനൊരു ആന്റിക്ക് ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഞാനതൊക്കെ ഉപയോഗിക്കാറ്. അത് തട്ടിപ്പല്ലേ? അത് സാറേ, ആന്റിക്ക് ലുക്ക് ഉണ്ടെങ്കിലേ കാശുള്ള ആൾക്കാര് നമ്മൾ പറയണ വിലയ്ക്ക് അത് വാങ്ങിക്കും. പിന്നെ കാശുള്ളവന്റെ കൊഴുപ്പല്ലേ സാറേ പാവപ്പെട്ടവന്റെ പിഴപ്പ്. എന്റെ പൊന്ന് സാറേ, എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇന്ത്യൻ പ്രസിഡന്റ് കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹിസ്റ്ററിയാണല്ലേ പഠിച്ചത്? അതെ സാറേ. ഇത് താങ്കളുടെ ആൻസർ ഷീറ്റിന്റെ കോപ്പിയാണ്. ആൻസർ ഷീറ്റാ? ഇതെങ്ങനെ അവന്മാരുടെ കയ്യിലൊന്നും? നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിൽ ഏത് സ്ഥലത്ത് എന്ന് കൃത്യമായി എഴുതി നല്ല മാർക്കം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് പോലും അറിയാത്ത ഒരാൾ ഹിസ്റ്ററിക്ക് ഇത്രയധികം മാർക്ക് എങ്ങനെയാ വാങ്ങിയത്? മുഴുവൻ കോപ്പി അടിച്ച് എഴുതിയതാണോ? അതെ സാർ. ഞാൻ ഈ തുണ്ടിലൊക്കെ എഴുതി കൊണ്ടുപോകും. എനിക്ക്
സ്ഥലങ്ങളുടെയും ആളുകളുടെ പേരും ഒന്നും അങ്ങോട്ട് തലയിൽ നിൽക്കില്ല. അടുത്തെന്താണാവോ? ജാതകമായിരിക്കും ഈശ്വര. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മർഡർ കേസിൽ സത്യനാഥന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അന്ന് അതിലറിയാണ്ട് വിട്ടുപോയതാ. പിന്നീട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് സാറേ ഞാൻ. താങ്കളെ അറിയാവുന്നവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം ഈ ചെറുക്കൻ ഒറ്റൊരുത്തനാ. പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളനാണെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുമാത്രമല്ല, പാർട്ടി പ്രസിഡന്റ് വെട്ടും കുത്തുമൊക്കെ നടത്തുന്ന ആളാണെന്ന് അവരുടെ ആഫീസിൽ ചെന്ന് പറഞ്ഞു. പ്രസിഡന്റ് എന്ന് കേട്ട അവന് പ്രാന്ത. കണ്ടാലൊരു നിഷ്കളങ്കനാണെന്നൊക്കെ തോന്നുമെങ്കിലും ആ ചെറുക്കനൊരു ഭീകരനാ സാറേ. എല്ലാ പ്രസിഡന്റുമാരെ അവൻ തട്ടും. തെണ്ടി.